ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഡിവൈൻ കൂട്ടായ്മയുടെ ആത്മീയ ചാനലായ DFM യൂട്യൂബ് ചാനലിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, ദൈവത്തോടുള്ള വിശ്വാസത്തെക്കുറിച്ചും ദൈവത്തോടുള്ള സ്നേഹത്തെക്കുറിച്ചുമാണ് നമ്മൾ ചിന്തിക്കുക. എന്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന വചനഭാഗമാണ് ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 17-18 തിരുവചനം. വചനം ഇപ്രകാരം വായിക്കുന്നു: രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവമായ കർത്താവ് എരിയുന്ന തീച്ചൂളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. അവിടുന്ന് ഞങ്ങളെ നിന്റെ കൈകളിൽ നിന്ന് മോചിപ്പിക്കും. ഇക്കാര്യം നീ അറിഞ്ഞുകൊള്ളുക, അവിടുന്ന് ഞങ്ങളെ രക്ഷിച്ചില്ലെങ്കിൽ പോലും നിന്റെ ദൈവങ്ങളെയോ നീ നിർമ്മിച്ച സ്വർണ്ണ വിഗ്രഹത്തെയോ ഞങ്ങൾ ആരാധിക്കുകയില്ല. ഈ വചനത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരുപക്ഷെ എല്ലാവർക്കും അറിയാം, എങ്കിലും പറയുകയാണ്. നെബൂഖദ്നേസർ രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിക്കുകയാണ്, വലിയൊരു വിഗ്രഹത്തെ നിർമ്മിക്കാൻ. അതിന്റെ ഉയരം എന്ന് പറയുന്നത് 60 മുഴം ഉയരവും 6 മുഴം വണ്ണവുമുള്ള ഒരു വിഗ്രഹത്തെ നിർമ്മിക്കുകയാണ്. കൊമ്പ്, കുഴല്, വീണ എന്നീ വാദ്യങ്ങളെല്ലാം കൊട്ടാരത്തിൽ മുഴക്കും. ഇതിന്റെ ശബ്ദം കേൾക്കുമ്പോൾ എല്ലാവരും ആ വിഗ്രഹത്തെ ആരാധിക്കണം. അപ്പൊ ഏറ്റവും വലിയ കർശനമാണ്, രാജകൽപ്പനയാണ്. അത് പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവം ഇഷ്ടപ്പെടുന്ന, ദൈവത്തിൽ മാത്രം വിശ്വസിക്കുന്ന നമ്മുടെ 3 ചെറുപ്പക്കാര്, അവരുടെ പേരാണ് ഷദ്രക്, മേശക്, അബേദ്നെഗോ. ഈ 3 പേരും സത്യദൈവത്തെ മാത്രമേ ആരാധിക്കുള്ളൂ. സത്യദൈവം എന്റെ ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്നവരെ, ഒരുപക്ഷെ ഇവരെ ബുദ്ധിമുട്ടിക്കാനോ ഇവരെ ട്രാപ്പിലാക്കാൻ വേണ്ടി ആ നാട്ടിലെ ജനങ്ങൾ തന്നെ ഇവർക്ക് വെച്ച കെണിയാകാം ഒരുപക്ഷെ ഈ നെബൂഖദ്നേസർ രാജാവിന്റെ മുന്നിൽ ഉണ്ടാക്കിയ ഈ വിഗ്രഹം. എന്തുമാകട്ടെ, നെബൂഖദ്നേസർ രാജാവ് ഉത്തരവിട്ടു, ഈ വിഗ്രഹത്തെ കൊമ്പ്, കുഴല്, വീണ വായിക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ എല്ലാവരും ഇതിനെ ആരാധിക്കണം. പ്രിയമുള്ളവരെ, അങ്ങനെ അതിന് സമയമായി. ആ വിഗ്രഹത്തിന്റെ പണിയെല്ലാം പൂർത്തിയായി. അതിനെ പൂജിക്കുന്ന, ആരാധിക്കുന്ന സമയമായി. ഈ കൊമ്പ്, കുഴലിന്റെ, വീണയുടെ ശബ്ദം, തമ്പുരുവിന്റെ എല്ലാം ശബ്ദം ഇതാ അവിടെ കൊട്ടാരത്തിൽ മുഴങ്ങി. എല്ലാവരും ആ വിഗ്രഹത്തെ ആരാധിച്ചു. എന്നാൽ സത്യദൈവത്തെ മാത്രം ആരാധിക്കുകയും വിളിച്ചപേക്ഷയും ചെയ്യുന്ന നമ്മുടെ കർത്താവിന്റെ പ്രിയപുത്രന്മാർ ഇതാ അവര് മാത്രം ആ വിഗ്രഹത്തിന് മുമ്പിൽ മുട്ടുമടക്കിയില്ല. അവരുടെ വിശ്വാസം അവർ പ്രഘോഷിച്ചു. നീ നിർമ്മിച്ച വിഗ്രഹത്തെ ഞങ്ങൾ ആരാധിക്കില്ല, അതിന് പ്രകാരം ഞങ്ങളെ എന്ത് ശിക്ഷ തന്നാലും. അവിടെ രാജാവിന്റെ ശിക്ഷ പറഞ്ഞിരിക്കുന്നത് എരിയുന്ന തീച്ചുളയിൽ അവരെ വലിച്ചെറിയുക എന്നുള്ളതാണ് അവിടുത്തെ ശിക്ഷ. പ്രിയമുള്ളവരെ, അവിടുന്ന് അവരുടെ വിശ്വാസം അവർ പ്രഘോഷിക്കുകയാണ്. ഞങ്ങളെ എന്ത് ചെയ്താലും എരിയുന്ന തീച്ചുളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവരാണെന്ന് അവര് പ്രഖ്യാപിക്കുകയാണ്. പക്ഷെ എന്നാലും പ്രിയമുള്ളവരെ, അവർ ആ പ്രഖ്യാപിച്ചിട്ട് പോലും മരിക്കാൻ വരെ തയ്യാറായിട്ടും അവരെ തീച്ചുളയിൽ എറിയാൻ തന്നെ ചെയ്യും. പതിവിലും തീഷ്ണതയുള്ള ജ്വലിക്കുന്ന തീച്ചുള ഒരുക്കിക്കൊണ്ട് അവരെ ഇതിലേക്ക് എറിയപ്പെടുന്നു. അവരെ എറിയാൻ കൊണ്ടുവന്ന പടയാളികൾ വരെ വെന്ത് കരിഞ്ഞുപോയി എന്നാണ് തിരുവചനത്തിലൂടെ നമ്മൾ വായിക്കുന്നത്. പ്രിയമുള്ളവരെ, അത്രയും ഉഗ്രമായ, അത്രയും തീഷ്ണതയായ തീജ്വാലകളിലേക്ക് അവര് എറിയപ്പെടുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അങ്ങനെ എറിയപ്പെട്ട ആ സമയത്ത് പോലും അവർ ദൈവത്തെ അതിന്റെ നടുവിൽ വിളിച്ചപേക്ഷിച്ചു. അങ്ങനെ പ്രിയമുള്ളവരെ, അവരുടെ വിശ്വാസം ഏറ്റു പറഞ്ഞിട്ട് പോലും രാജാവ് അവരെ എരിയുന്ന തീച്ചുളയിലേക്ക് എറിയപ്പെട്ടു. എന്ത് സംഭവിച്ചെന്ന് അറിയാമോ? എരിയുന്ന തീച്ചുളയിലേക്ക് അവരെറിയപ്പെട്ടപ്പോൾ അവരുടെ വിശ്വാസം അവർ പരക്കെ പ്രഖ്യാപിച്ചിട്ടാണ് അവരെറിയപ്പെട്ടത്. അപ്പൊ ഞങ്ങൾ രക്ഷിച്ചില്ലെങ്കിൽ പോലും എന്ന് പറഞ്ഞിരുന്നാലും അവരെ അങ്ങനെ രക്ഷപ്പെടുത്താത്ത ദൈവമല്ല അവരുടെ ദൈവം. അവർ ആ തീച്ചുളയിൽ കിടന്ന് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ സന്നിധിയിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തെയാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരിൽ ഒരുവനായി അവർ വേദന അനുഭവിക്കുമ്പോൾ, അവർ പീഡകൾ അനുഭവിക്കുമ്പോൾ, അവർ എരിയുന്ന തീച്ചുളയിൽ കിടന്ന് എറിയപ്പെട്ട സമയത്ത് അവരിൽ ഒരുവനായി ഇറങ്ങി വന്ന ആ ഒരുവനായ ദൈവം, ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എയർ കണ്ടീഷൻ AC സിറ്റുവേഷൻ അവിടെ ഒരുക്കുകയാണ്. അങ്ങനെ ഒരുക്കിക്കൊണ്ട് അവിടെ ദൈവം രക്ഷിക്കുന്നു. അവിടെ എല്ലാവരും സ്തുതികീർത്തനങ്ങൾ പറഞ്ഞ് ദൈവത്തെ അവിടെ സ്തുതിക്കുന്നു. അങ്ങനെ എറിയപ്പെട്ടതിന് ശേഷം അവർ അവിടെ കിടന്ന് ആരാധിക്കുമ്പോൾ അകലെ നിന്നുകൊണ്ടോ അതോ അതിന്റെ തീയിന്റെ ശക്തി കുറഞ്ഞ സമയത്തോ നെബൂഖദ്നേസർ രാജാവും പടയാളികളും ഒത്തി നോക്കുമ്പോൾ ആ തീച്ചുളയിൽ അവർ 3 പേരല്ല കാണുന്നത്, 4 പേരാണ്. അവർക്ക് എല്ലാവർക്കും ആകാംക്ഷയായി. രാജാവ് അവര് പരസ്പരം പറഞ്ഞു, നമ്മൾ 3 പേരെയല്ലേ തീച്ചുളയിലേക്ക് എറിഞ്ഞത്? അതെ, എല്ലാവരും ഒരേപോലെ പറഞ്ഞു, അതെ അതെ. എന്നാൽ രാജാവ് പറഞ്ഞു, എന്നാൽ 4ാമത് ഒരുവൻ, അതാരാണ്?
തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും ആ നാലാമതായി ചെന്നവൻ ആരാണെന്ന്. അവര് പറയാണ്, അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരായ നിങ്ങൾ പുറത്തു വരുവിനെന്ന് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ 4 പേരും തീച്ചുളയിൽ കിടക്കുന്ന കണ്ടിട്ട് രാജാവ് വിളിച്ചു പറയാണ്, അവർ 3 പേരെയും, ശദ്രക്, മേശക്, അബേദ്നെഗോ, നിങ്ങൾ പുറത്തു വരിക. അവിടുന്ന് തിരുവചനം വായിക്കുമ്പോൾ 25-ാമത്തെ തിരുവചനത്തില്, ദാനിയേൽ 3-ാം അധ്യായത്തിലെ 25-ാമത്തെ തിരുവചനം വായിക്കുമ്പോൾ പറയാണ്, കാഴ്ചയിൽ ദൈവകുമാരനെ പോലെ കാണുന്നുണ്ടല്ലോ, അത് ആരാണ്? പിന്നെ തുടർന്ന് രാജാവ് അവർ 3 പേരെയും പുറത്തേക്ക് വിളിച്ചിട്ട് പറയുന്നു, നിങ്ങളുടെ ദൈവമാണ് യഥാർത്ഥ ദൈവം, സത്യദൈവം എന്ന് പറഞ്ഞ് രാജാവ് പോലും ദൈവത്തെ വിളിച്ച് ആരാധിക്കുന്ന അവസ്ഥ. പ്രിയമുള്ളവരെ, തുടർന്ന് നെബൂഖദ്നേസർ രാജാവ് അവരെ പുറത്തെടുത്തപ്പോൾ പ്രിയമുള്ളവരെ, അവരെ ശരീരത്തിന് പോലും തീജ്വാലകൾ സ്പർശിച്ചില്ല. പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും വിശ്വാസമുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന, ഞങ്ങൾ വിശ്വസിക്കുന്ന എന്റെ ദൈവമായ കർത്താവ്, എന്റെ യേശു, എന്റെ രക്ഷകനായ യേശു എന്നെ രക്ഷിക്കും, എന്നെ സഹായിക്കും. ഈ വിശ്വാസം നമുക്കുണ്ട്. ആ ദൈവത്തെ നമ്മൾ എപ്പോഴും നന്ദി പറയുന്നു, ആരാധിക്കുന്നു. എന്നാൽ അവൻ നമ്മളെ രക്ഷിക്കും ചെയ്യും. നമ്മുടെ രോഗത്തിൽ നിന്ന്, കടബാധയിൽ നിന്ന്, മറ്റ് പ്രശ്നങ്ങളിൽ നിന്ന് എല്ലാം, സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന്, ഏത് പ്രശ്നങ്ങളിൽ നിന്നും അവൻ നമ്മളെ സഹായിക്കും. പ്രിയമുള്ളവരെ, ദൈവത്തെ നമ്മൾ വിശ്വസിക്കുമ്പോൾ, ദൈവത്തെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നല്ല, നമ്മൾക്കുണ്ടാകും. നമ്മൾ അതിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി പറയട്ടെ, ദൈവത്തിന്റെ സ്നേഹത്തിനെ പറ്റി പറയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 3-ാം തിരുവചനം പറയാണ്, ഇതാ അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് രോഗങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. അപ്പൊ ദൈവം സ്നേഹിക്കുന്നവരാണ്, ദൈവത്തെ വിശ്വസിക്കുന്നവരാണ് നമ്മളെങ്കിൽ ദൈവം നമ്മളെ അനുവദിച്ചതനുസരിച്ച് നമുക്ക് ജീവിക്കാം, പരിശ്രമിക്കാം. അപ്പോൾ ദൈവത്തെ ആരാധിക്കേണ്ടത് അവിടുന്ന് നമ്മളെ രക്ഷിക്കുന്നത് കൊണ്ടല്ല, ഈ ലോകത്തിലുള്ള സാമാന്യം വേണ്ട കടബാധ്യതകൾ മാറുക, രോഗങ്ങൾ മാറുക, മദ്യപാനം മാറുക, വീട്ടിൽ സമാധാനം ഉണ്ടാകുക എന്നതല്ല, മറിച്ച് ദൈവത്തെ ദൈവമായി കണ്ടുകൊണ്ട് വരും കാലങ്ങളിൽ അവിടുന്ന് നമ്മളെ രക്ഷിക്കുന്നവരാണ്, അവനോട് കൂടി ചേർന്നിരിക്കേണ്ടതാണ് എന്റെ ഉത്തരവാദിത്വം എന്ന് ബോധ്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ദൈവത്തെ നമ്മൾ ഓരോരുത്തരും ആരാധിക്കേണ്ടത്. അപ്പോൾ ദൈവത്തെ ആരാധിക്കുന്നവരായി നമുക്ക് എല്ലാവർക്കും മാറാൻ ദൈവം നമ്മളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമുക്ക് അതിന് എല്ലാവർക്കും ആഗ്രഹിച്ച് ഒരുങ്ങി കാത്തിരിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.